ഇന്നലെ നമ്മൾ ചില്ലി പോർക്കിൻ്റെ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിച്ച ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ അതിനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച അത്യാവശ്യം കുറച്ചധികം ക്വാണ്ടിറ്റി ഗാർലിക് ആഡ് ചെയ്തിട്ടുണ്ട്. ഗാർലിക് നന്നായിട്ടൊന്ന് വഴഞ്ഞ് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച സവോളയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം ഓവർ കുക്ക് ആവരുത് കേട്ടോ ന്യൂഡിൽസിലൊക്കെ. ഇനി എന്തായാലും നമ്മൾ ന്യൂഡിലും കൂടി ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്യുമ്പോൾ വേവും, അതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. പിന്നെ അതിലേക്ക് നമ്മൾ റെഡ് കളറും ഗ്രീൻ കളറും ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ട് തണുത്ത നൂഡിൽസാണ് ആഡ് ചെയ്യണേ. ചൂടോട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ കുഴഞ്ഞും പോകും കേട്ടോ. അപ്പോൾ തണവായതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം, അത് ആഡ് ചെയ്യാം. ബാച്ച് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഒറ്റയടിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. നമ്മളിവിടെ എഗ് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൂഡിൽസാണ് കേട്ടോ വാങ്ങിയത്. ഇനി അതിലേക്ക് സോസസായിട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും പിന്നെ ചില്ലി സോസുമാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഫ്ലേവർ അനുസരിച്ച് നമുക്ക് ആവശ്യാനുസരണം ക്വാണ്ടിറ്റി മാറ്റി കൊടുക്കാം കേട്ടോ. കൂടുതൽ സോസ് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്തു കേട്ടോ കുറച്ച്, അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി എഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ചില്ലി പോർക്കിൻ്റെ റെസിപ്പി കാണാത്തവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.